അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ മമ്മൂക്കൻ്റെ ചന്തു ഒരു വടക്കൻ വീരകഥ ഒരു വടക്കൻ വീരകഥ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ചന്തു ഒരു ചതിയനല്ല മക്കളെ, ചന്തു ഒരു തോൽവിയാണ്. തോൽവി സീരിയസ്ലി മാൻ. ഈ പടം ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ കാണാൻ. നല്ല ആളുണ്ടായിരുന്നു പടത്തിൽ. നല്ല ആളുണ്ടായിരുന്നു. നൈറ്റുള്ള ഷോ ആണെങ്കിൽ പോലും അല്ലേ, 9:30 ഷോ ആണെങ്കിൽ പോലും നല്ല ആളുണ്ടായിരുന്നു. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നുള്ള പടമാണ്, പക്ഷെ തിയേറ്ററിലുള്ള ആളുകളൊക്കെ ജനിച്ച് തിയേറ്ററിൽ പോയി കണ്ട് രണ്ടാമത് പേർക്ക് കാണാൻ വേണ്ടി വന്ന ആളുകൾ. നമ്മളിപ്പോൾ അത് ഏത് വർഷത്തിലാണ് ഇറങ്ങിയത് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നമുക്കൊക്കെ മുന്നേ ഇറങ്ങിയ പടം മനസ്സിലായത്. ഇപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒന്നും പറയാല്ല, ഒരു വടക്കൻ വീരഗാഥ എന്നൊക്കെ പറഞ്ഞ ലെജൻഡ് മൂവിയാണ്. എന്ത് പറയാനത് സിനിമ എഴുതി കാണിക്കുമ്പോ തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് ഓരോ ആളുകളുടെ പേരുകള്. അപ്പൊ അങ്ങനെ ആളുകളുടെ പേരും പെർഫോമൻസും സിനിമ എടുത്തു വെച്ച രീതി, അതിന്റെ നറേഷനും ആ ഒരു സമയത്ത് ടെക്നോളജി ഒന്നും ഇത്രയും വളരാത്തൊരു സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായി ചെയ്തതും ഇത്രയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തതും കുറെ സിനിമകളുണ്ട് കേട്ടോ അങ്ങനെ. ഈ സിനിമേന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചതിയൻ ചന്തു എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിലൊക്കെ ചതിയൻ ചതിയൻ ചതിയൻ, ഇപ്പോഴാണെങ്കിലും ചതിയൻ ചന്തു. അതിൽ ആ ക്യാരക്ടർ മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, എന്താ പറയാ, സത്യമാണ് എന്താ സത്യമാണ് എന്നാ നുണയല്ലാന്നോ അങ്ങനെ എന്തൊരു സാധനം പറയുന്നുണ്ട്. അത് തന്നെ ആദ്യത്തെ കാര്യം. എന്താണെങ്കിലും ഇതിന്റെ ഒരു ബോൾഡ് റിസ്ക് ആണ് ഞാൻ പറയുന്നത്. അതായത് ചതിയൻ ചന്തു എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളുടെ ഇങ്ങനെ മാറ്റി മറിച്ചൊരു, അത് അങ്ങനെ ഒരു സംഭവം എഴുതാനുള്ള ഒരു ധൈര്യം ഭയങ്കരമായിട്ടോ. അത് ഇതിന് ടെക്നിക്കൽ ആസ്പെക്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യാ തിയേറ്ററിൽ. എന്താ പറയാ, ഇനി അതൊന്നും പറയാം, നമ്മള് ശരിക്കും ഒന്നും അല്ല, നമ്മളാരും അല്ല ഇതൊന്നും തെളിയിക്കാൻ ബാക്കി പോലും ഇല്ലാത്ത സാധനങ്ങൾ. കാരണം ആലോചിച്ച് നോക്കുക, അന്നിറങ്ങിയ പടം ഇന്നിറങ്ങി ഇന്നും തിയേറ്ററിലെ ആള്, ബാക്കി പടത്തിനൊന്നും ആളില്ല. ഇതിന് ആലോചിക്കുന്നറിയാം ഈ ഒരു രാത്രി അതിനെ പറ്റി പറയാൻ പറ്റണ തന്നെ വലിയ ഭാഗ്യമായിട്ടാണ്. സത്യം, അത് തിയേറ്ററിൽ കാണാൻ പറ്റി തന്നെ ഒരു ഭയങ്കര ഭാഗ്യം. കാരണം മമ്മൂട്ടി ആസ് എ ലെജൻഡ് ആക്ടർ മാൻ, എന്താണ് ഇങ്ങയുടെ പ്രൈം ടൈമിൽ ഇങ്ങനെ ചെയ്തു വെച്ചെന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഈ മൂവി. കാരണം ചില ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട്, അതായത് ചില നൃത്തങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നൃത്തം എനിക്ക് എവിടേക്കോ ചിരി വന്ന്. കാരണം ഇത്രയും ആൾക്കാരെ വിശ്വസിച്ച് ആ ക്യാരക്ടർ അങ്ങനെയാണ്, ഭയങ്കര വീരശൂരനാണ്. സ്നേഹത്തിന്റെ ക്യാരക്ടർ തോറ്റു പോകണം. സ്നേഹം, കാമം, പിന്നെന്താ മോഹം, അങ്ങനത്തെ പാസം, അങ്ങനത്തെ ഒക്കെ ഇതിന്റെ മുന്നിൽ വീണ് പോണ ഒരു ക്യാരക്ടർ. സ്നേഹം തൂക്കി നോക്കുമ്പോഴാണ് ചന്തു എപ്പോഴും തോൽക്കുന്നത്. ഈ ക്യാരക്ടറിന്റെ ചില ഭാവങ്ങൾ ഇങ്ങനെ കൊടുത്തതുണ്ട്. അരിങ്ങോടറിന്റെ മകള് അല്ലേ, ആ ഇതിന്റെ മുമ്പ് എന്താ പയറ്റിന് മുമ്പ് പോണേന് മുന്നേ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് മുഖത്തടിച്ചിട്ട് പിന്നെ തിരിയുമ്പോ ഇങ്ങനെ ആ ലേഡി പറയുന്നുണ്ട്, അച്ഛൻ കാത്തിരിക്കുകയായിരുന്നു, ഞാനും കാത്തിരിക്കുകയായിരുന്നു ഒരു വാക്കിന്. അതിലിങ്ങനെ ടെങ് ടെങ് ടങ് ടങ് എന്ന് പറഞ്ഞിട്ട് നിർത്തണ്ട് മൂപ്പരെ. അപ്പുറത്ത് ഉണ്ണിയാർച്ച പറഞ്ഞിട്ടുണ്ട്, ജയിച്ചു വന്നാൽ ഞാൻ നിന്റത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോ ഇവിടെ അടക്കണ്. അത് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തതെന്നൊക്കെ, അല്ല ആ നൃത്തം തന്നെ എല്ലാം ഉണ്ട് അതിനകത്ത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആ കറക്റ്റ് അല്ലേ, അതായത് പെട്ടുപോയല്ലോ എന്നുള്ളൊരു നൃത്തല്ലേ ആ സാധനമൊക്കെ ഭയങ്കര ഇതുണ്ട്, ഒന്നും പറയല്ല അതൊക്കെ. പിന്നെ മറ്റേ ഐക്കോണിക് ഡയലോഗുകൾ, അയ്യോ അതുകൊണ്ട് കേൾക്കാൻ പറ്റിയ ഒരു സാധനങ്ങൾ, പാട്ട് പൊൻകാര കൊണ്ട് മറ്റേ പാട്ടുകളൊക്കെ ഭയങ്കര എന്തല്ലേ ആ സിനിമയിലുള്ള എല്ലാ പാട്ടുകളും കേൾക്കുമ്പോഴേ പാട്ടുകള് ഡയലോഗ് ഓരോ സീന് എല്ലാം ഭയങ്കരമായിരുന്നു, ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഒന്നും കൂടെ നല്ല ക്ലാരിറ്റിയിലും ഒന്നും കൂടെ സംഭവമായി വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഒരു പുതിയ സംഭവം നമ്മൾ ഇതിനു മുന്നേ ടിവിയിൽ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ടും അല്ല ഇത് കണ്ടപ്പോ ഞാനിപ്പോ അതിനെ വിചാരിച്ചത് ലാസ്റ്റ് ഇങ്ങനെ ആയിരുന്നു, അങ്ങനെ തന്നെ ആയിരുന്നു എന്നുള്ള സംശയത്തിൽ. കഥയുടെ ആ ലൈന് നമുക്കറിയാം എങ്ങനെയാണ് പോണേ, എങ്ങട്ടാ പോണേന്നുള്ളത്, പക്ഷെ കുറെ സീനുകളൊന്നും നമുക്ക് ഓർമ്മയില്ല, കാരണം ചെറുപ്പത്തിൽ എപ്പോഴും കണ്ടതായതുകൊണ്ട്. അല്ല അതിപ്പോ നമ്മള് സ്പടിക ഇറങ്ങിയ സമയത്തും അങ്ങനെ തന്നെ തോന്നിയല്ലേ, നമ്മള് കണ്ട് അത്രയും കണ്ട് അതിൽ കുത്തും കോമം മുഴുവൻ അറിയാം. എന്നാ പോലെ പടം കാണുമ്പോ ഒരു പുതിയ പടം കാണണം. അത്രയും കൂടി കണ്ടിട്ടില്ല, ഈ പടം കണ്ടിട്ടില്ല. കാരണം മെയിൻ പോർഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നമ്മള് ഇങ്ങനെ ആ ഡയലോഗുകളൊക്കെ എല്ലാവർക്കും കാണാപ്പാടാം. എന്നിട്ട് നമുക്കൊരു ഫ്രഷ് സാധനം പോലെ തോന്നിയത് കണ്ടപ്പോ. ബട്ട് ദ എൻറ്റയർ മൂവി ഒരാളാണ് കൊണ്ടുപോയത്, അത് ഉണ്ണിയാർച്ചയാണ്. ഞാൻ പറയാം മാൻ, ഉണ്ണിയാർച്ച മാധവി ചെയ്തോ എൻ്റെ പൊന്നെ, മമ്മൂക്കാനൊക്കെ കടത്തി കെട്ടിട്ടോ അവരില്ലേ, എനിക്കൊന്നും പറയാല്ല അവര് അത്രയും എന്ത് സാധനം അവര് ചെയ്തു വെച്ചത്. അയ്യോ
ഭയങ്കര ഭീകര. എനിക്ക് കംപ്ലീറ്റ്ലി മമ്മൂക്കാനെ നമുക്ക് ഓൾറെഡി അറിയാം, എത്ര കാണുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അവരുടെ പ്രൈമില്. എനിക്കതിൽ ഇപ്പോഴും ഒരു സമാധാനം മാത്രമാണ്, ഇപ്പോഴെങ്കിലും സുരേഷ് ചേട്ടൻ ഈ സിനിമ ഒന്ന് കാണണം, എന്നിട്ട് മമ്മൂക്ക നിങ്ങളെ ചതിച്ചിട്ടില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. ആ ഒരു ആഗ്രഹം തിയേറ്ററിൽ സത്യമായിട്ട് എനിക്ക് തോന്നി, അതൊന്ന് കണ്ട് മനസ്സിലാക്കണം, മൂപ്പര് ചതിച്ചിട്ടില്ല എന്നുള്ളത്. സുരേഷ് ഗോപിയുടെ ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെ, സുരേഷ് ഗോപി മമ്മൂക്കയും കൂടിയുള്ള ഫൈറ്റിനകത്ത് ഞാൻ ജിത്തുവാനോട് പറയുന്നത്, ഇയാളിങ്ങനെ നെരിഞ്ഞു വടിഞ്ഞു മമ്മൂക്ക കുറച്ചും കൂടി ഫ്ലെക്സിബിൾ അല്ല. അവരാ ഒരു സമയത്ത് സുരേഷ് ഗോപിന്റെ ഫ്ലെക്സിബിലിറ്റി കണ്ട് ഞാൻ ഞെട്ടി. കറക്റ്റ് ഇങ്ങനെയൊക്കെ പറന്ന് ഇടിഞ്ഞൊക്കെ വരണം അങ്ങേര്. ആ സമയത്തൊക്കെ നല്ല നല്ല ക്യാരക്ടർ കിട്ടാൻ ഇതിനൊക്കെ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയമാവും. അപ്പൊ ഇതിനൊക്കെ എന്തും തയ്യാറ്. പിന്നെ എംടിന്റെ സിനിമയൊക്കെ അല്ല, എന്തും ചെയ്യാൻ തയ്യാറാവും. നമുക്കൊന്നും അയാളൊന്നും പുതിയ സിനിമകളൊന്നും കാണാൻ ഒരു ഭാഗ്യം കിട്ടാത്ത ആൾക്കാരാ. പക്ഷെ അതൊക്കെ പെർഫോമൻസ്, ഭീകര പെർഫോമൻസ്. അതെ, ചെറിയൊരു കുട്ടിയില്ലേ, കുഞ്ഞാന്നൂലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവരൊക്കെ കാണാൻ വേണ്ടിട്ട്. ടോട്ടലി പറയുകയാണെങ്കിൽ ഗീത, ഗീത അവരൊക്കെ കാണാൻ എൻ്റെ പൊന്നെ ഒന്നും പറയല്ല, അങ്ങനത്തെ ഭംഗി ഉണ്ടായിരുന്നു. ഈ നമ്മളിപ്പത്തെ വിനീത് കുമാർക്ക് എന്ത് ഭാഗ്യമാണ്. കുമാരി ജോമോൾ അന്ന് കുമാരി ജോമോൾ. അപ്പൊ അങ്ങനെ പടം കണ്ട് നൊസ്റ്റു അടിച്ച് ശരിക്കും നിങ്ങൾ ഞാൻ പറയുമ്പോ തിയേറ്ററിൽ മിസ് ചെയ്യരുത് കേട്ടോ ഈ സാധനങ്ങൾ. ഞാൻ ആ സിനിമ തുടങ്ങുമ്പോഴും തമാശക്കാണെങ്കിൽ പറഞ്ഞു വെച്ചാലും നമ്മൾ ആ സിനിമ കാണുമ്പോൾ എന്താണെന്ന് പറയുക, ആ ഒരു സിനിമയിലുള്ള ലെജൻസിനോടൊക്കെ കാണിക്കുന്ന റെസ്പെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയ ആ ഒരു സിനിമ. ഇത് മാത്രമല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ കുറേ ആൾക്കാർ ഈ റീമാസ്റ്റർ ചെയ്ത മൂവി എന്തിനിറക്കുന്നു, തിയേറ്ററിൽ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ, ഇപ്പം ഈ 4K ഇപ്പോൾ മൊബൈലിൽ കാണാം, അല്ലാതെ യൂട്യൂബിൽ ഇറക്കാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലരും. അല്ലെങ്കിൽ OTT ഇട്ടാൽ തന്നെ അത്യാവശ്യം സ്മാർട്ട് TV ഉള്ളവർക്ക് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അങ്ങനെയല്ല. ഞാൻ പറയട്ടെ, ഇവിടെ വെറുതെ പടം എടുത്തിട്ട് കോടികൾ പൊട്ടിച്ച് കളയുന്നു ബോംബ് പോലെ. അതിൽ ആ 3-4 കോടി കൊണ്ട് നല്ല ഒരു കിടിലൻ ലെജൻഡറി മൂവി റീമാസ്റ്റർ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സിനിമയെ പറ്റിയിട്ട് ഒക്കെ അറിയാൻ നല്ല ഇതാണ്. ഇപ്പൊ ഇപ്പോഴും ലാലേട്ടൻ ആരാന്നൊക്കെ മനസ്സിലാക്കാൻ, ആരാന്നല്ല ഇവർ കാണിക്കുന്നത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇതായിരുന്നു അവർ. അല്ലേ, എന്താന്ന് പറയാ, ഇപ്പൊ ഒരു 2Kയിലൊക്കെ ഒരാൾക്കാർ കുട്ടികൾക്കൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുമ്പോ എന്താ മനെ ഇത് മാത്രമേ അറിയണ്ടാവുള്ളൂ. പക്ഷെ അവരൊക്കെ എന്താണ് ചെയ്തു വെച്ചതെന്ന് അറിയണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ പുറത്തു വരുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ഈ മറ്റേ സാധനം ഇത് 16-ാം നൂറ്റാണ്ടോ എത്ര നൂറ്റാണ്ടാണ് പണ്ടാറ്, അങ്ങനെ എന്തോ അല്ലേ, ഏത് വടക്കൻ അങ്ങനെ എന്തോ ആണ് ഈ ഫൈറ്റ് പരിപാടികളൊക്കെ അന്നെങ്ങാണ്ടാണ് കേട്ടോ. 16 നൂറ്റാണ്ട് ആ സമയത്തൊക്കെയാണ് തോന്നുന്നത്. അതിലൊക്കെ എന്താ പറയാ, ആ ചാടുന്നതൊക്കെ ശരിക്കും, അതായത് ഇവരല്ല ആ സമയത്ത് അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും ശരിക്കും. എനിക്കൊരു മിത്ത് പോലെ കിടക്കുന്നതാണ്. അത് സിനിമയിൽ കാണിക്കാൻ വേണ്ടിട്ട് മാത്രം കാണിക്കുന്നത് കുറെ ഈ സാധനങ്ങൾ ചാട്ടവും ഇപ്പോഴും കാണില്ലേ, കളറിപ്പല്ല് കറങ്ങി തിരിഞ്ഞടിച്ചിട്ടൊക്കെ. ഓക്കെ, ഇത് മറ്റേ ഈ ആൽത്തറയിൽ നിന്ന് നിലത്തോട്ട് ചാടുന്നു, നിലത്തൊന്ന് ആൽത്തറയിലേക്ക് റിവേഴ്സ് ചാടും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ പണ്ട് നമ്മളെ ഇങ്ങനെയില്ലേ പ്രേം നസീറിന്റെ സിനിമകളിൽ മാത്രമല്ലോ, അയാള് മറ്റേ സിനിമയിലാണെങ്കിലും കുറെ ചാട്ടങ്ങളൊക്കെ കുറച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റ ചാട്ടം, ആ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കുറച്ച് ഇത്. പക്ഷെ ഈ പടം എത്തിയപ്പോഴത്തേക്ക് കുറഞ്ഞുണ്ട്. 1989 ഇതെത്തിയപ്പോഴത്തേക്ക് അത് കുറഞ്ഞിട്ടുണ്ട് ചാട്ടം. 1-2 കുതിരച്ചാട്ടം. പക്ഷെ പിന്നെ ഞാൻ ആലോചിക്കുന്നുണ്ടോ എഫേർട്ടാണ് കുറെ നടന്മാര് ഇപ്പൊ അല്ല ഉണ്ട് കേട്ടോ, ഇപ്പോഴും എന്താ പറയാ ഡ്യൂപ്പില്ല ചെയ്യുന്നവരുണ്ട്. പക്ഷെ അന്ന് ഡ്യൂപ്പിന്റെ കാലഘട്ടമായിരുന്നു, അന്ന് വെറും ഡ്യൂപ്പ് അടിക്കുന്ന സമയമായിരുന്നു. പക്ഷെ അന്ന് മൂപ്പര് മറ്റേ കുതിരപ്പുറത്തൊക്കെ അന്നൊക്കെ നമുക്കൊക്കെ അത്ര എന്തെങ്കിലും നിൽക്കണല്ലോ. ഇല്ല, കുതിരപ്പുറത്തൊന്നും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, കാരണം അവർ എന്തായാലും ഡ്യൂപ്പ് ചെയ്യും. ആ സമയത്ത് അത് അതിൽ ആ വെള്ളത്തിൽ ആ പാട്ടിൽ വരുന്ന ആ സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്നും ഇങ്ങനെ പൊളി സാധനമാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ്റ് ഒരു ലെജൻഡറി മൂവി, കുറേ ലെജൻഡറി ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഒക്കെ ചെയ്ത് വെച്ചൊരു ലെജൻഡറി വർക്ക് ഇപ്പോ 4Kയില് അറ്റ്മോസിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്നതിന്റെ ഭാഗ്യമാണ്. അത് ഭയങ്കര ഭാഗ്യമാണ്. തിയേറ്ററിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരും അല്ലെ, മലയാള സിനിമയുടെ ഒരു പെഡിഗ്രി അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇന്നൊരാളെ സിനിമ എന്നുള്ളതല്ല, അങ്ങനത്തെ സിനിമകൾ കാണാൻ പറ്റുക പറയണത്. മലയാള സിനിമ ഇന്ന് വന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പില്ലേഴ്സ് ആയിട്ടുള്ള കുറെ മൂവികളുണ്ട്. ഇന്ന് ഈ നിൽക്കുന്ന നമ്മൾ പറയുമല്ലോ ബിഗ് ഗംസിനൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് മലയാളത്തിന്റെ പില്ലേഴ്സ് എന്നൊക്കെ പറയണെന്നുള്ളത്, ഇങ്ങനത്തെ സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം. സോ
ഡെഫിനറ്റ്ലി മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയും. ഇപ്പോൾ സിനിമ മോഹിക്കുന്ന ആൾക്കാരൊക്കെ എന്തുകൊണ്ട് ലാലേട്ടനും മമ്മൂക്കൊക്കെ അവരായി എന്നുള്ളതൊക്കെ മനസ്സിലാവാൻ ഭയങ്കരം ഒന്നും പറയാല്ല. സോ ഇത് എസ്പെഷ്യലി ഞാൻ വീണ്ടും പറയുന്നു, ഇത് 2K കിഡ്സിന് മാത്രമല്ല, ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിയാണ്. നമുക്ക് ഇങ്ങനെ തോന്നിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെയല്ലേ നമ്മള് ഇത് ഒരുപാട് പേർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ 90s കിഡാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പടം ഞാൻ അങ്ങനെ കണ്ടില്ല, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞ തിയേറ്ററിൽ കയറുന്നത് മറ്റേ സീൻ കാണാൻ, ഏത് മറ്റേ ചുരിക വെച്ചവൻ ചന്തു ഇനി എന്തുണ്ട് മക്കളെ പാണന് പാടി നടക്കാൻ. ഞാൻ ആ രംഗങ്ങൾ ഒന്ന് രണ്ട് പാട്ട് അങ്ങനെ ഐക്കോണിക് രംഗങ്ങൾ കാണാം എന്നൊക്കെ വിചാരിച്ച് തിയേറ്ററിൽ കയറി. ഞാൻ അതല്ലാതെ ആ പടത്തിനകത്ത് കുറെ രംഗങ്ങളും ഡയലോഗ് ഉണ്ട് മനസ്സിലായപ്പോ ഞാനും ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോ ഈ ഒരു നമ്മള് മിമിക്രിക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെയാണല്ലോ ബാക്കി. അല്ല ഞാൻ ആ രംഗങ്ങളില്ലേ, ആ ഒന്ന് രണ്ട് രംഗങ്ങൾ മാത്രം വിചാരിച്ച് കയറി. ഞാൻ സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോയി. ടിവിയിലൊക്കെ നമ്മളെപ്പോഴും ഈ ഒരു മെയിൻ ഡയലോഗുകളും സാധനങ്ങളും മാത്രമാണല്ലോ കണ്ടുള്ളത്. ഉണ്ണിയാർച്ചന്റെ ക്യാരക്ടറിനൊക്കെ ഇത്ര ഡെപ്ത് ഉണ്ടെന്നുള്ളത് ഞാൻ ഒന്നാമത് ആ കണ്ട ഓർമ്മയില്ല. ഇപ്പൊ കാണുമ്പോഴാണ് ഉണ്ണിയാർച്ചന്റെ ക്യാരക്ടറിനൊക്കെ ഇത്ര ഡെപ്ത് ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലായത്. എന്തായാലും ഭീകരം, ഭയങ്കര എക്സ്പീരിയൻസ്. എന്താണെങ്കിലും നിങ്ങളല്ലേ എല്ലാവരും അല്ല അതും കൂടെ പറയണ്ട എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഈ സിനിമയിലൊക്കെ ആലോചിച്ച് സുകുമാരി എന്നൊക്കെ പറയുന്ന വലിയ വലിയ ആൾക്കാർക്ക് അത്രയും ആക്ട്രസിനൊക്കെ ചെറിയ ചെറിയ റോളുകൾ സത്യം പറഞ്ഞാൽ ആലോചിച്ചത്. അതെ, അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ കാണുക അല്ലേ. മമ്മൂക്കൻ്റെ ജീവിതം ഇനിയും ബാക്കി, നമ്മളെയൊക്കെ ഇങ്ങനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കാൻ സ്നേഹം കൊണ്ട്.